എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സ്വാമി വിവേകാനന്ദൻ പൂർവാശ്രമത്തിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? നരേന്ദ്രനാഥ് ദത്ത്. സ്വാമി വിവേകാനന്ദൻ പൂർവാശ്രമത്തിൽ നരേന്ദ്രനാഥ് ദത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12 ഇന്ത്യയിൽ ദേശീയ യുവജനദിനമായി ആഘോഷിക്കുന്നു. 1893 ചിക്കാഗോയിൽ നടന്ന ലോക മത പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വിശ്വപ്രസിദ്ധമാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം KM ബീനാമോൾ. KM ബീനാമോളാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ വ്യക്തി ചെസ് താരം വിശ്വനാഥൻ ആനന്ദാണ്. 2021 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിൻ്റെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് മാറ്റുകയുണ്ടായി. കണ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ്? അസ്ഥി. കണ അസ്ഥിയെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് കുട്ടികളിൽ കണ എന്ന രോഗമുണ്ടാകുന്നത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിന് വിറ്റാമിൻ ഡി നിർമ്മിക്കാൻ കഴിവുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടെയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നത് ഈ കൃതിയിലെ പ്രശസ്തമായ വരികളാണ്. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡ് സെറോട്ടിക് ആസിഡ്. സെറോട്ടിക് ആസിഡാണ് തേനീച്ചയുടെ മെഴുകിലടങ്ങിയിരിക്കുന്ന ആസിഡ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്ന ജില്ല. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1992 ജനുവരി 31. നർമ്മദ തപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിര സത്പുര. നർമ്മദ തപ്തി നദികൾക്കിടയിലുള്ള പർവ്വതനിരയാണ് സത്പുര. ഐക്യനാണയ സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് ഐക്യനാണയ സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ വിളിക്കുന്നത് സ്ഥായി അഥവാ പിച്ച്. സ്ഥായി എന്നാണ് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ വിളിക്കുന്നത്. ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6. ഇന്ത്യയിൽ നിലവിൽ മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. ആദ്യം 7 അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതിന് ശേഷം നിലവിലിപ്പോൾ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഉരുളക്കിഴങ്ങ് പച്ചനിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം സൊളാനിൻ. സൊളാനിൻ എന്ന രാസപദാർത്ഥമാണ് ഉരുളക്കിഴങ്ങ് പച്ചനിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ വിളിക്കുന്നത് ക്ഷുദ്രഗ്രഹങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാണ് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ വിളിക്കുന്നത്. ഇവ ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമാണ്. സെറസ് ആണ് ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. ഒഫ്താൽമോളജിയാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം. ബംഗാളി ഭാഷയിൽ രാജാ റാം മോഹൻ റോയ് ആരംഭിച്ച പത്രം സമ്പദ് കൗമുദി. സമ്പദ് കൗമുദിയാണ് ബംഗാളി ഭാഷയിൽ രാജാ റാം മോഹൻ റോയ് ആരംഭിച്ച പത്രം. രാജാ റാം മോഹൻ റോയുടെ സതിക്കെതിരായുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പത്രം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മിറാത്തുൽ അക്ബർ എന്നത് ഇദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച വേറൊരു പത്രമാണ്. ഗ്ലാസിന് പച്ചനിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ക്രോമിയം. ക്രോമിയമാണ് ഗ്ലാസിന് പച്ചനിറം നൽകാൻ ഉപയോഗിക്കുന്ന ലോഹം.
സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണത്തിലും ക്രോമിയം ഒരു പ്രധാന ഘടകമാണ്. ഗ്ലാസിന് ചുവപ്പ് നിറം നൽകാൻ സെലീനിയം അല്ലെങ്കിൽ കോപ്പർ ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ A.K. ഗോപാലൻ. A.K. ഗോപാലനാണ് എൻ്റെ ഡയറി എന്ന പുസ്തകം രചിച്ച നവോത്ഥാന നായകൻ. A.K. ഗോപാലൻ അനൗദ്യോഗികമായി ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭൂകമ്പങ്ങളിലൊന്നായ 1993 ലാത്തൂർ ഭൂകമ്പം ഏത് സംസ്ഥാനത്താണ് സംഭവിച്ചത്? മഹാരാഷ്ട്ര. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഭൂകമ്പങ്ങളിലൊന്നായ 1993 ലാത്തൂർ ഭൂകമ്പം മഹാരാഷ്ട്ര സംസ്ഥാനത്തിലായിരുന്നു സംഭവിച്ചത്. ഇന്തോളജി എന്നാൽ ഇന്ത്യയെക്കുറിച്ചുള്ള പഠനം. ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി. ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, ഭാഷകൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്? ഫ്ലോറ. ഫ്ലോറ എന്നാണ് ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര്. ഒരു പ്രത്യേക സ്ഥലത്തെ ജന്തുവിഭാഗങ്ങളെ ഫോണ എന്നും വിളിക്കുന്നു. ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ്? ബെനഡിക്റ്റ് ടെസ്റ്റ്. ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ പൗരാവകാശ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ചാന്നാർ ലഹള. ചാന്നാർ ലഹളയാണ് കേരളത്തിലെ ആദ്യത്തെ പൗരാവകാശ സമരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത് മാറുമറയ്ക്കൽ സമരമെന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഖേത്രി കോലിഹാൻ ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം? ചെമ്പ്. ഖേത്രി കോലിഹാൻ ഖനികൾ ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം. വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം? നൈട്രജൻ. നൈട്രജനാണ് വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം. അന്തരീക്ഷ വായുവിൽ ഏകദേശം 78% നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം? യുറാനസ്. യുറാനസ് ആണ് ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം. വില്യം ഹെർഷൽ ആണ് 1781 ഈ ഗ്രഹം കണ്ടെത്തിയത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം? മിസോറാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനമാണ് മിസോറാം. കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം? കുട്ടനാട്. കുട്ടനാടാണ് കയർ എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കേരളത്തിലെ പ്രദേശം. തകഴി ശിവശങ്കര പിള്ളയാണ് ഈ നോവൽ രചിച്ചത്. ഇതിലൂടെ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ? കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേര് കാർട്ടോഗ്രാഫി. കാസ്റ്റിക് സോഡയുടെ pH മൂല്യം എത്രയാണ്? 12. 12 കാസ്റ്റിക് സോഡയുടെ pH മൂല്യം. കാസ്റ്റിക് സോഡയുടെ ശാസ്ത്രീയ നാമം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ്. ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ജെയിംസ് ടൈലർ. ജെയിംസ് ടൈലറാണ് ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ. RBIയുടെ രണ്ടാമത്തെ ഗവർണറായിരുന്നു ജെയിംസ് ടൈലർ. ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു ആദ്യത്തെ ഗവർണർ, പക്ഷേ അദ്ദേഹം നോട്ടുകളിൽ ഒപ്പിട്ടിട്ടില്ല. ഏത് ജില്ല വിഭജിച്ചാണ് കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്? കണ്ണൂർ. കണ്ണൂർ ജില്ല വിഭജിച്ചായിരുന്നു കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപീകരിച്ചത്. കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ആകെ ഭാഷകളുടെ എണ്ണം എത്രയാണ്? 22. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ആകെ 22 ഭാഷകളാണ് ഉള്ളത്.
1950 ഭരണഘടന അംഗീകരിക്കപ്പെട്ടപ്പോൾ തുടക്കത്തിൽ 14 ഭാഷകൾ മാത്രമേ പട്ടികയിൽപ്പെടുത്തിയിരുന്നുള്ളൂ. തുടർന്നുള്ള ഭേദഗതികളിലൂടെയാണ് 8 ഭാഷകൾ കൂട്ടിച്ചേർത്തത്. വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഝാർഖണ്ഡ്. ഝാർഖണ്ഡാണ് വനാഞ്ചൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. 2000 ബീഹാർ വിഭജിച്ചായിരുന്നു ഈ സംസ്ഥാനം ഉണ്ടായത്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലം ഏതാണ്? സ്ഥിത വൈദ്യുത ബലം. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ സാധ്യമാക്കുന്ന ബലമാണ് സ്ഥിത വൈദ്യുത ബലം. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്നതാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. ഹോമോസാപ്പിയൻസിൻ്റെ അർത്ഥം വരുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ്. കാൾ ലിനയസ് ആണ് ഈ നാമം നൽകിയത്. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ പറയുന്നത് ദ്രാവകമർദ്ദം. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ പറയുന്നത് ദ്രാവകമർദ്ദം എന്നാണ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ. സാക്കറിനാണ് ആദ്യത്തെ കൃത്രിമ പഞ്ചസാര. 1879 സാക്കറിൻ കണ്ടെത്തിയത്. സാധാരണ പഞ്ചസാരയേക്കാൾ 300 മടങ്ങ് മധുരമുള്ളതാണ് സാക്കറിൻ. പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം അസ്പാർട്ടം. അസ്പാർട്ടമാണ് പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന മധുര പദാർത്ഥം. കലോറി കുറഞ്ഞ ഒരു കൃത്രിമ മധുര പദാർത്ഥമാണിത്. പുതിയ 100 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം റാണി കി വാവ്. റാണിയുടെ പടിക്കിണർ. ഗുജറാത്തിലെ പാട്ടൺ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റാണി കി വാവ് ആണ് പുതിയ 100 രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു നാഫ്തലീൻ. നാഫ്തലീനാണ് പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു. സബ്ലിമേഷൻ അഥവാ ഖരരൂപത്തിൽ നിന്നും നേരിട്ട് വാതക രൂപത്തിലേക്ക് മാറുന്ന ഒരു പദാർത്ഥം ആണിത്. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പ്. ചെമ്പാണ് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം എന്നിവ ചേർന്ന മിശ്രിതമാണ് പഞ്ചലോഹം. ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ആരുടെ കൃതിയാണ്? സർ ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടൻ്റെ കൃതിയാണ് ഫിലോസഫിയ നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നത്. ഗുരുത്വാകർഷണ നിയമങ്ങളും ചലന നിയമങ്ങളും പ്രതിപാദിക്കുന്ന ഒരു വിശ്വപ്രസിദ്ധമായ കൃതിയാണിത്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത്. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ടയാണ് കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1695 ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത്. കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം സന്ദിഷ്ടവാദി. സന്ദിഷ്ടവാദി എന്ന പത്രമായിരുന്നു കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം. CMS പ്രസിൽ നിന്നുമാണ് ഈ പത്രം അച്ചടിച്ചിരുന്നത്. ദിവാൻ മാധവറാവുവിൻ്റെ ദുർഭരണങ്ങൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിൻ്റെ ഫലമായി തിരുവിതാംകൂർ സർക്കാർ പത്രം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടായിരുന്നു തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത ഏതാണ്? അസിർഗഡ് ചുരം. അസിർഗഡ് ചുരമാണ് ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത. മധ്യപ്രദേശിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. മർമ്മമില്ലാത്ത രക്തകോശം ഏതാണ്? ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളാണ് മർമ്മം ഇല്ലാത്ത രക്തകോശം. ഹീമോഗ്ലോബിൻ്റെ സാന്നിധ്യമാണ് ഇവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ? യുറാനസ്. യുറാനസ് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്
മിറാൻഡ. യുറാനസിൻ്റെ 5 പ്രധാന ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത്. യുറാനസിൻ്റെ ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. പേർട്ടിസിസ് എന്നറിയപ്പെടുന്ന രോഗം വില്ലൻ ചുമ. വില്ലൻ ചുമയാണ് പേർട്ടിസിസ് എന്നറിയപ്പെടുന്ന രോഗം. ഇതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഇത് പ്രതിരോധിക്കാൻ DPT എന്ന വാക്സിനാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ദി പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ദി പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത്. ടാഗോറിൻ്റെ പ്രശസ്തമായ നാടകമാണിത്. ബംഗാളിൽ ഇതിൻ്റെ പേര് ഡാക് ഘർ എന്നാണ്. 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് ടാഗോർ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം ഏതാണ്? ആമുഖം. ആമുഖത്തെയാണ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിളിക്കപ്പെടുന്നത്. NA പാൽക്കിവാലയായിരുന്നു ആമുഖത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചത്. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. യുറാനസ് ആണ് സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അച്ചുതണ്ടിൻ്റെ ചരിവ് കൂടുതലായതിനാലാണ് ഇപ്രകാരം അറിയപ്പെടുന്നത്. ഉരുളുന്ന ഗ്രഹം എന്നും ഇതിന് പേരുണ്ട്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. ഗലീലിയോ ആയിരുന്നു തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആയിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഭാഷ ഏതാണ്? തെലുഗു. തെലുഗുവാണ് പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഭാഷ. വാക്കുകൾ സ്വരാക്ഷരത്തിൽ അവസാനിക്കുന്നതിനാലാണ് തെലുങ്കിനെ എങ്ങനെ വിളിക്കുന്നത്? നിക്കോള കോണ്ടി എന്ന സഞ്ചാരിയാണ് ഈ പേര് നൽകിയത്. വാരിയലിലെ അസ്ഥികളുടെ എണ്ണം 24. വാരിയലിൽ 24 അസ്ഥികളാണ് ഉള്ളത്. ത്വക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ്? 15. ത്വക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ 15%. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ. IK കുമാരനാണ് മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും മാഹിയെ സ്വതന്ത്രമാക്കാൻ ഇദ്ദേഹം നേതൃത്വം നൽകി. മാഹി വിമോചന സമരത്തിൻ്റെ നായകനായിരുന്നു ഇദ്ദേഹം. ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി MGK മേനോൻ. MGK മേനോൻ ആയിരുന്നു ISROയുടെ ചെയർമാനായ ആദ്യ മലയാളി. 1972 അദ്ദേഹം ചുരുങ്ങിയ കാലയളവിൽ ചെയർമാൻ ആയിരുന്നു ISROയുടെ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ തീരങ്ങളിലാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥ. വസൂരിക്ക് കാരണമായ രോഗകാരി വേരിയോള വൈറസ്. വേരിയോള വൈറസാണ് വസൂരിക്ക് കാരണമായ രോഗകാരി. എഡ്വേർഡ് ജെന്നറാണ് വസൂരിയുടെ വാക്സിൻ കണ്ടെത്തിയത്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത് CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യറായിരുന്നു പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നത്. 1946 ഈ സമരം നടന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത് ഈ സമരത്തിലെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരായിരുന്നു? ലിട്ടൺ പ്രഭു. ലിട്ടൺ പ്രഭു ആയിരുന്നു പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. 1878 വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന പേരിലാണ് അദ്ദേഹം നിയമം കൊണ്ടുവന്നത്. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ വിളിക്കപ്പെട്ടത്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. കേരളത്തിലെ കാലടിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ. പുതിയ എക്കൽ മണ്ണാണ് ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഴയ എക്കൽ മണ്ണിനെ ഭംഗർ എന്നും വിളിക്കുന്നു. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആയിരുന്നു തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത്. ശിവരാജയോഗി എന്നറിയപ്പെട്ടത് തൈക്കാട്ട് അയ്യാഗുരു.
തൈക്കാട്ടയ്യാവാണ് ശിവരാജയോഗി എന്ന പേരിൽ അറിയപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും ഹഠയോഗ പരിശീലിപ്പിച്ചത് അദ്ദേഹമാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ എന്നത് ഇദ്ദേഹത്തിൻ്റെ വരികളാണ്. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ് വാഗ അതിർത്തി സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബിലെ അമൃത്സറിനടുത്താണ് ഈ അതിർത്തി. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ജിപ്സം. സിമന്റ് നിർമ്മാണ വേളയിൽ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ ചേർക്കുന്ന പദാർത്ഥമാണ് ജിപ്സം. കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ആണ് ജിപ്സം. സിമന്റ് പെട്ടെന്ന് കട്ട പിടിക്കുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു. ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം? കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം. ജലം ശുദ്ധീകരിക്കാനാണ് സാധാരണയായി ഇത് ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം സീസിയം. സീസിയമാണ് അറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം. സമയം ഏറ്റവും കൃത്യമായി കണക്കാക്കാനാണ് ഈ ക്ലോക്കുകൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണിത്. സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു? ട്രൈലെഡ് ടെട്രോക്സൈഡ്. റെഡ് ലെഡ്. ട്രൈലെഡ് ടെട്രോക്സൈഡ് ആണ് സിന്ദൂരത്തിൽ അടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം? ടിൻ അമാൽഗം. ടിൻ അമാൽഗമാണ് കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം? ചെമ്പ്. ചെമ്പാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സ്വർണത്തിനൊപ്പം ചേർക്കുന്ന ലോഹം. സ്വർണത്തിന് കാഠിന്യം നൽകാനാണ് ചെമ്പ് ചേർക്കുന്നത്. സാധാരണ ആഭരണങ്ങൾ 22 ക്യാരറ്റ് സ്വർണത്തിലാണ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം? തോറിയം. തോറിയമാണ് കേരളത്തിലെ കരിമണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്? സേഫ്റ്റി ഗ്ലാസ്. സേഫ്റ്റി ഗ്ലാസ് ആണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി? ബാരിസ്റ്റർ ജി പി പിള്ള. ബാരിസ്റ്റർ ജി പി പിള്ളയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി. ആൻഡമാൻ ദ്വീപസമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? സാഡിൽ കൊടുമുടി. സാഡിൽ കൊടുമുടിയാണ് ആൻഡമാൻ ദ്വീപസമൂഹത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം ഏതാണ്? ഇന്ദിരാക്കോൾ. ഇന്ദിരാക്കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമാലയത്തിലെ പ്രദേശം. സിയാച്ചിൻ ഗ്ലേസിയറിന് സമീപമാണ് ഈ സ്ഥലം. തെക്കേ അറ്റം നിക്കോബാർ ദ്വീപിലെ ഇന്ദിര പോയിന്റ് ആണ്. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേഖല? പ്രത്യേക സാമ്പത്തിക മേഖല. സെസ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ. പ്രത്യേക സാമ്പത്തിക മേഖലയാണ് കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേഖല. 2005 ഇന്ത്യയിൽ സെസ് ആക്ട് പാസാക്കിയത്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട്? 18-ാം നൂറ്റാണ്ട്. 18-ാം നൂറ്റാണ്ടോടെയാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ജഗതിയിലാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജംഷഡ്ജി ടാറ്റ. ജംഷഡ്ജി ടാറ്റയാണ് ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ ബഹുമാനിച്ചാണ് ജംഷഡ്പൂർ നഗരത്തിന് ആ പേര് നൽകിയത്. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത്? ജംഷഡ്പൂർ. ജംഷഡ്പൂർ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്ന് അറിയപ്പെടുന്നത്.
ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത് കാണ്ട്ല. ഗുജറാത്തിലെ കാണ്ട്ലയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത്. 1965 ഇത് ആരംഭിച്ചത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ EPZ ആണിത്. വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം. ISI മുദ്ര നൽകുന്നത് ഈ സ്ഥാപനം ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വന്ന വർഷം 1987 ഏപ്രിൽ 1. 1987 ഏപ്രിൽ 1 ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ISI മാറ്റി സ്ഥാപിച്ചതാണ് BIS. ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ BIFR സ്ഥാപിതമായ വർഷം 1987. 1987 ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ സ്ഥാപിതമായത്. തകർച്ച നേരിടുന്ന വ്യവസായ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനാണ് ഇത് സ്ഥാപിച്ചത്. പിന്നീട് 2016 ഇത് പിരിച്ചുവിടുകയുണ്ടായി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.